എല്ലാ ശ്രീരാഗം കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന കഥ കാലവും നേരവും. കാലവും നേരവും അനുകൂലമാകുമ്പോഴേ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടാവൂ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീകൃഷ്ണൻ ജരാസന്ധനെ നേരിട്ട കഥ. ശ്രീകൃഷ്ണൻ അമ്മാവനായ കംസനെ വധിച്ചതിനെ തുടർന്ന് കംസന്റെ പ്രിയ തോഴനായ മഗധയിലെ രാജാവ് ജരാസന്ധൻ വലിയൊരു സൈന്യവുമായി ശ്രീകൃഷ്ണനെ വധിക്കാനും യാദവകുലം മുടിക്കാനുമായി പുറപ്പെട്ടു. ഇതറിഞ്ഞ് യാദവരാകെ നടുങ്ങി. അവർ ഭയചകിതരായി. ശ്രീകൃഷ്ണനും ബലരാമനും ചേർന്ന് യാദവരെ ഗോമാന്തക പർവ്വതത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അവിടെ അവർ ഗരുഡ വംശജരുമൊത്ത് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ആക്രമണത്തിനായി മധുരയിലെത്തിയ ജരാസന്ധൻ ശ്രീകൃഷ്ണനും ബലരാമനും മറ്റുള്ള യാദവരും തങ്ങളെ ഭയന്ന് മറ്റെങ്ങോ പലായനം ചെയ്തതായി അറിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. വളരെ നാളുകൾക്ക് ശേഷം ഗോമാന്തക പർവ്വതനിരകളിൽ ശ്രീകൃഷ്ണനും സംഘവും ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന വിവരം ജരാസന്ധൻ ചാരന്മാർ മുഖേന അറിഞ്ഞു. ഉടൻ തന്നെ വലിയൊരു സൈന്യവുമായി ജരാസന്ധൻ അങ്ങോട്ട് പുറപ്പെട്ടു. പർവ്വത ശിഖരത്തിൽ കയറി യുദ്ധം ചെയ്യുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ ഗരുഡ വംശജക്കാർ വളരെ വീര്യമുള്ളവരായിരുന്നു. അവർ ശ്രീകൃഷ്ണന് വേണ്ടി ജരാസന്ധന്റെ സൈന്യവുമായി യുദ്ധത്തിലേർപ്പെട്ടു. പർവ്വതത്തിൽ നിന്ന് ഉരുണ്ടുവരുന്ന പാറക്കല്ലുകളാലും ഗരുഡ വംശജർ അയക്കുന്ന അസ്ത്രങ്ങളാലും ജരാസന്ധന്റെ സൈനികർ വല്ലാതെ വലഞ്ഞു. ഏതു വിധേനയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി മലനിരകളിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോഴാകട്ടെ ജരാസന്ധന്റെ സൈന്യത്തിന് നേരിടേണ്ടി വന്നത് ബലരാമന്റെ നേതൃത്വത്തിൽ സമതലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള യാദവ സൈന്യത്തോടാണ്. ബലരാമന്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം ജരാസന്ധന്റെ സൈന്യത്തെ തീർത്തും പരാജയപ്പെടുത്തി. തുടർന്ന് രണാങ്കണത്തിൽ പരാജിതനായി വീണുകിടക്കുന്ന ജരാസന്ധനെ വധിക്കുന്നതിനായി ബലരാമൻ ഓടിയെടുത്തു. ബലരാമൻ ഗദയുമായി ജരാസന്ധ വധത്തിന് പുറപ്പെടുന്നത് കണ്ട് ശ്രീകൃഷ്ണൻ ഓടിയെടുത്ത് ബലരാമനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ജരാസന്ധനെ കൊല്ലുവാനുള്ള സമയമല്ലിത്. അതിനുള്ള സമയമായിട്ടില്ല. അയാൾ പൊയ്ക്കൊള്ളട്ടെ. ജരാസന്ധൻ പരാജിതനായി ജീവനും കൊണ്ട് മഗധയിലേക്ക് തിരിച്ചുപോയി. അനുജന്റെ പ്രവൃത്തിയിൽ ക്ഷുഭിതനായെങ്കിലും അതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലെന്ന് ബലരാമൻ അറിയാമായിരുന്നു. യുദ്ധാനന്തരം വിശ്രമവേളകളിലൊന്നിൽ ബലരാമൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, നമ്മളെ ആക്രമിക്കാൻ വന്ന് നമ്മളിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങി രണാങ്കണത്തിൽ വീണ ജരാസന്ധനെ എന്തിനാണ് വെറുതെ വിടണമെന്ന് കരുതാൻ കാരണം? ജ്യേഷ്ഠനെ പുണർന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ഉത്തരമേകി, ഒരു യുദ്ധത്തിന് ഇപ്പോൾ യാദവകുലം സജ്ജരല്ല. അങ്ങ് യുദ്ധത്തിൽ ജരാസന്ധനെ വധിച്ചിരുന്നുവെങ്കിൽ ജരാസന്ധന്റെ സഖ്യത്തിലുള്ള അസംഖ്യം രാജാക്കന്മാർ അവരുടെ വൻപടയുമായി വന്ന് നമ്മെ നേരിടുക തന്നെ ചെയ്യും. അത്തരത്തിലൊരു സന്ദർഭം വന്നാൽ ഇപ്പോൾ ഗരുഡ വംശത്തിന്റെ തണലിൽ കഴിയുന്ന നമ്മൾക്ക് എതിർക്കാനാകില്ലല്ലോ. അത്തരത്തിലുള്ളൊരവസ്ഥ ഒഴിവാക്കുന്നതിനാണ് ജരാസന്ധനെ വധിക്കാതെ വിടണമെന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടത്. ശത്രുക്കൾ പ്രബലരായിട്ടിരിക്കുമ്പോൾ ബുദ്ധിയോടെ വേണം പ്രതികരിക്കാൻ. ഓരോ കാര്യങ്ങളും പൂർണ്ണമാകണമെങ്കിൽ കാലവും നേരവും ഒത്തുവരിക തന്നെ ചെയ്യണം.